ഇന്നത്തെ വീഡിയോയിൽ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ഫേവറേറ്റ് പ്ലേസ് ആയിട്ടുള്ള ഗവിക്ക് അടുത്തുള്ള മാനമുട്ടി മലയിലേക്ക് ഒരു ട്രെക്കിംഗ് പോകാനായിട്ടുള്ള പ്ലാനാണ്. നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല സൈറ്റിംഗ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം എങ്ങനെയാ, നമുക്ക് നേരെ മാനമുട്ടി മലയ്ക്ക് പോകാലോ. ഈ കാണുന്ന വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം വേണം നമുക്ക് മാനമുട്ടി മല പോകാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ചെക്ക് പോസ്റ്റിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റിലേക്ക് കിടക്കുന്ന ആ ഒരു വഴിയാണ് നമ്മുടെ ഡോർമെറ്ററിയും അതുപോലെ തന്നെ നമ്മുടെ ജംഗിൾ ക്യാമ്പ് എല്ലാം പോകുന്നത്. നമ്മുടെ ഈ ഒരു പാലം കഴിയുമ്പോൾ തന്നെ റൈറ്റ് സൈഡ് കാണുന്ന ആ ഒരു ബിൽഡിങ്ങിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് ഇവിടെ 2 ദിവസം മാനമുട്ടി മല നമുക്ക് ട്രെക്കിംഗ് എല്ലാം പോകാനായിട്ടുള്ള പ്ലാനാണ്. അങ്ങനെ ചായ എല്ലാം കുടിച്ച് നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. ഈ കാണുന്ന അരുവി എന്ന് പറയുന്നത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം തുറക്കുമ്പോൾ വെള്ളം ആദ്യം എവിടെ എത്തുന്നോ ആ ഒരു ഭാഗമാണ്. ഇത് നമ്മുടെ കൊച്ചുമ്പയിൽ നിന്ന് വരുന്നത്. നമ്മൾ ഈ കാണുന്ന റോട്ടിലൂടെ ഏകദേശം ഒരു 2 കിലോമീറ്ററിനടുത്ത് നടന്നതിന് ശേഷമാണ് നമ്മൾ മലകയറ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ പോകുന്ന റോഡും അതുപോലെ നമ്മൾ കയറാൻ പോകുന്ന മലയും എല്ലാം നല്ല അടിപൊളി ഫോറസ്റ്റാണ്. നമ്മൾ ഈ കാണുന്നത് ഇവിടുത്തെ വനവിഭവങ്ങളെല്ലാം ശേഖരിക്കുന്ന ട്രൈബൽസ് ആണ്. ഇനി ഈ കാണുന്ന ഭാഗത്ത് നിന്നാണ് നമ്മൾ മാനമുട്ടി മലയിലേക്കുള്ള ആ ഒരു ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ഒരു 10-20 തവണയെങ്കിലും ഞാൻ ഈ ഒരു മാനമുട്ടി മലയിൽ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എത്ര തവണ ട്രെക്കിംഗ് വന്നാലും നമ്മൾ മടുക്കില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ കാണുന്ന ആദ്യത്തെ ഒരു സ്ട്രെച്ച് നല്ല ഹാർഡായിട്ടുള്ള ഒരു ഏരിയ ആണ്. പക്ഷേ ഇതിന് മുകളിലെത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. ആന ഊർന്നിറങ്ങിയ പാട്. ആന ഊർന്നിറങ്ങിപ്പോയുടെ പാടാ. അങ്ങോട്ടേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ മാനമുട്ടി മല കയറും തോറും താഴേക്ക് നോക്കുമ്പോൾ കിട്ടുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് ഇതാ ഇതുപോലെ ഇരിക്കും. നല്ല പച്ചപ്പ് നിറഞ്ഞ കുറേ മലകളും ആ മലകളുടെ നടുവിലൂടെ പോകുന്ന ഒരു ചെറിയ റോഡും. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ് ഈ കാണുന്ന ചെറിയൊരു പാമ്പ്. നമ്മൾ കയറി വന്നപ്പോഴേ നേരെ കണ്ടോ, അവിടെ ഒരു ചെറിയൊരു വെള്ളം ഒഴുകി കിടക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലേ, ചെറിയൊരു കുളം പോലെ ഉണ്ട്. അവിടെ ഒരു മ്ലാവ് വെള്ളത്തിൽ ചൂടുകാരം നടക്കുക. കുറച്ചു നേരം കിട്ടി, പിന്നെ ആളെ എണീറ്റ് പയ്യെ സൈഡിലേക്ക് മാറി. ഇനി നമുക്കതേ ആ കാണുന്ന മലയുടെ ടോപ്പിലേക്കാണ് പോകേണ്ടത്. അതിലേ പോയി ഇങ്ങനെ വരും. എന്നിട്ട് നേരെ ഇതിലേ കയറി ഇറങ്ങി ആ കാണുന്നൊരു ടവർ കണ്ടല്ലേ, അതിലേ ഇങ്ങനെ പോകും. അപ്പോൾ മേളിൽ കാട്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് മേളിലേക്ക് കയറി പോകാം. നമ്മളങ്ങനെ മേളിലേക്ക് കയറി ചെന്നപ്പോൾ കുറച്ച് ദൂരെയായിട്ട് കാട്ടി നിൽക്കുന്നുണ്ട്. താഴെ നിന്ന് നോക്കിയപ്പോഴേക്കും ഒരെണ്ണമാണ് കണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അത് 2 എണ്ണമായിരുന്നു. ഈ മ്ലാവ് നിൽക്കുന്ന ഒരു ഫ്രെയിം കണ്ടില്ലേ, അത്രയും പുല്ലിൻ്റെ ഇടയിലൂടെ ഈ മ്ലാവ് നടന്നു വരുന്നത് കാണാനും നല്ല ഭംഗിയുണ്ട്. ഈ മ്ലാവ് നടക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെറിയ 2 കുഴികൾ ശ്രദ്ധിച്ചോ. ചിതല് തിരയുന്നതിനായിട്ട് ഇവിടെ കരടി മാന്തി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ ഇതുവരെ മാനമുട്ടിമല പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം. കാരണം ഇതിന് മുകളിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. ഈ താഴെ കണ്ട ഏരിയ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഭാഗമില്ലേ, ആ ഭാഗമാണ്. ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം എല്ലാം കാണാനായിട്ട് പറ്റും. പക്ഷേ ഡാമിൻ്റെ ക്ലോസ് ആയിട്ടുള്ള വിഷ്വൽസ് ഒന്നും കാണിക്കാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളത് കാണിക്കുന്നില്ല. ഈ മലയുടെ ടോപ്പിലൂടെ തന്നെ ഏകദേശം ഒരു 2-3 കിലോമീറ്റർ നമ്മൾ നടന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് ഇതാണ്. ചുറ്റിനും മുട്ടക്കുന്ന് പോലെ നിൽക്കുന്ന വലിയ കുറേ മലകൾ കാണാൻ പറ്റും. ഈ മലകളുടെ മിക്ക സൈഡിലുമായിട്ട് നമുക്ക് എന്തെങ്കിലും ആനിമൽസ് എല്ലാം നിൽക്കുന്നതും കാണാം. ഈ മാനമുട്ടി മലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതും അത് തന്നെയാണ്. എത്ര തവണ നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിലും എല്ലാ തവണയും എന്തെങ്കിലും ഒരു നല്ല ആനിമൽ സൈറ്റിംഗ് ഇല്ലാതെ നമ്മൾ ഈ മല ഇറങ്ങിയിട്ടില്ല. ഇത്തവണയും നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. കാരണം 2 ദിവസം നമ്മൾ ഈ മാനമുട്ടി മലയിൽ കയറുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ കാട്ടികൾ ഈ മലയുടെ ആ ഒരു ടോപ്പിൽ വന്ന് നിൽക്കുന്ന ആ ഒരു കാഴ്ച കാണാനായിട്ട് പറ്റി. പുറകിൽ മറ്റൊരു മലയുടെ ആ ഒരു ഭാഗവും ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് വെയിലും ഇതെല്ലാം കൂടി വന്നപ്പോഴേക്കും ഈ ഫ്രെയിം കാണാനും നല്ല രസമുണ്ടായിരുന്നു. നമ്മളിപ്പോൾ കാണുന്നത് 2 മെയിലായിട്ടുള്ള കാട്ടികളാണ്. ഇവർ പശു കാള വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണെങ്കിൽ പോലും നമുക്ക് കാട്ട് കാള എന്നൊന്നും ഇവരെ വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് മെയിലായിട്ടുള്ള കാട്ടി എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ആൺകാട്ടികൾ ഇതുപോലെ ഒരുമിച്ച് നിന്ന് നമ്മൾ കാണാറില്ല. നമ്മുടെ അപ്പുറത്തെ മലയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒറ്റയ്ക്കാണ് മിക്കപ്പോഴും കാണാറുള്ളത്. സാധാരണ ഈ ആൺകാട്ടികൾ ഒരുമിച്ച് വരുന്ന ടൈമിൽ ഇവർ തമ്മിൽ ഫൈറ്റ് വരാനായിട്ടുള്ള ചാൻസും ഉണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ കാട്ടിയുടെ മേറ്റിംഗ് കോളാണ്. ഇവർ മേറ്റിങ്ങിന് റെഡി ആയിട്ട് നിൽക്കുന്ന 2 കാട്ടികളായതുകൊണ്ട് തന്നെ ഇവരുടെ മുന്നിലേക്ക് ഏതെങ്കിലും ഒരു ഫീമെയിൽ ഗ്രൂപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രൂപ്പിലേക്ക് ചേരുന്നതിനായിട്ട് ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് വരാനായിട്ടുള്ള ചാൻസും ഉണ്ട്.
ഫൈറ്റ് വരാനായിട്ടുള്ള ചാൻസ് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഫൈറ്റ് നടക്കുകയും ചെയ്തു. അത് നെക്സ്റ്റ് ഡേയിലെ ട്രക്കിങ്ങിലായിരുന്നു. നമ്മുടെ കാട്ടികളുടെ ഫൈറ്റിങ്ങിൻ്റെ വിശേഷവും അതുപോലെ കുറച്ച് സർപ്രൈസിങ് ആയിട്ടുള്ള നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് വിഷ്വൽസും നമുക്ക് നെക്സ്റ്റ് ഡേയിലെ ട്രക്കിങ്ങിൽ വരാനുമുണ്ട്. എന്തായാലും കുറച്ചു നേരം നമുക്ക് ഈ കാട്ടികളുടെ കാഴ്ചകളൊന്ന് കാണാം. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു വിഷ്വലിൽ ഒരു പ്രത്യേകതയുണ്ട്. കാട്ടിയുടെ ഫ്രണ്ടും ബാക്കും നമുക്ക് ഒരേ ഫ്രെയിമിൽ കാണാനായിട്ട് പറ്റും. വളരെ റെയർ ആയിട്ടാണ് ഇതുപോലുള്ള വിഷ്വൽസ് നമുക്ക് കിട്ടാറുള്ളത്. എന്തായാലും ഇത് കാണുമ്പോൾ ഒരേ കാട്ടിയെ തന്നെ മുൻപോട്ടും പുറകോട്ടും തിരിച്ചു വെച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. നമ്മൾ ഈ കാണുന്ന ഫ്രെയിമിൽ അവിടെ കുറച്ച് കാട്ടികളും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലായിട്ട് 2-3 ആനകൾ നിൽക്കുന്നുണ്ട്. ആന നിൽക്കുന്നതിൻ്റെ ബാക്കിലായിട്ടും വേറൊരു കാട്ടിയുടെ കൂട്ടവും ഉണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് തന്നെയാണ്. വളരെ ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആനിമൽസ് എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും കുറച്ചുകൂടി താഴേക്ക് ചെന്നിട്ട് നമുക്ക് കാട്ടികളുടെയും ആനകളുടെ എല്ലാം കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ പുല്ലിനിടയിലൂടെ പോകുമ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ കാണുന്ന പച്ചിലപ്പാമ്പ് വന്ന് നമ്മുടെ ദേഹത്ത് കയറിയത്. ചെറിയ രീതിയിൽ വെനമസ് ആണെങ്കിലും ചെറിയ ഇൻസെക്ട്സിനെയും മറ്റും കൊല്ലുന്നതിന് വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. പൊതുവെ ആളുകളെയോ അല്ലെങ്കിൽ വലിയ ആനിമൽസിനെയോ ഒന്നും ഇവർ അറ്റാക്ക് ചെയ്യാറില്ല. നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്ത് ആനയും അതിൻ്റെ പുറകിലായിട്ട് കുറച്ച് കാട്ടികൾ നിൽക്കുന്നുണ്ടല്ലേ, ആ കാട്ടികളാണെങ്കിൽ ഭയങ്കര അഗ്രസീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും കാണാം. ഞാൻ മിക്കപ്പോഴും ഈ കാട് കയറുമ്പോൾ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് വളരെ സ്റ്റീപ്പായിട്ടുള്ള ഇറക്കങ്ങൾ ഈ കാട്ടിയും അതുപോലെ ആനകളും ഒക്കെ എങ്ങനെയാണ് ഇറങ്ങുന്നതെന്നുള്ളത്. ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ കാട്ടി എങ്ങനെയാണ് ഇറങ്ങുന്നതെന്നുള്ളതിൻ്റെ ആ ഒരു സംശയം കംപ്ലീറ്റ് ആയിട്ടങ്ങ് മാറിക്കിട്ടി. നമ്മൾ തന്നെ ഇറങ്ങുമ്പോൾ വളരെ കഷ്ടപ്പെട്ട് ഇറങ്ങുന്നൊരു ഇറക്കമാണ്. അത് എത്ര കെയർഫുൾ ആയിട്ടാണ് ഈ ഒരു കാട്ടി ഇറങ്ങുന്നതെന്ന് നോക്കി. നമ്മൾ ഈ നിൽക്കുന്ന മലയുടെ പല ഭാഗങ്ങളിലായിട്ട് കാട്ടിയും ആനയും ബേർഡ്സും അങ്ങനെ ഒരുപാട് ജീവജാലങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആനയും കരടിയും കടുവയും ഉൾപ്പെടെ ഒരുവിധപ്പെട്ട എല്ലാ ആനിമൽസിനെയും നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ പോകുന്ന മലയുടെ അപ്പുറത്തെ മലയിലായിട്ട് 2 കരടി നിൽക്കുന്നത് കണ്ടത്. 2 കരടി എന്ന് പറയാൻ പറ്റില്ല, 1.5 കരടി. കാരണം ഒന്നൊരു കുട്ടിയായിരുന്നു. നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് നല്ല ഡിസ്റ്റൻസിലായിട്ടാണ് ഈ അമ്മയും കുഞ്ഞും നിൽക്കുന്നത്. നമ്മൾ പെരിയാർ ടൈഗർ റിസർവിൽ ട്രെക്കിങ് പോകുന്ന ടൈമിൽ കരടിയെ കാണാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് നമ്മുടെ മാനമുട്ടി മലയിലാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരുപാട് ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ നമ്മൾ ഇവിടുത്തെ മലയുടെ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ വേറെ മലകളിൽ ഏതെങ്കിലും ആനിമൽസ് നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കതിനെ ഈസി ആയിട്ട് തന്നെ സ്പോട്ട് ചെയ്യാം. എന്തായാലും ഈ അമ്മയും കുഞ്ഞും ചിതലിനെല്ലാം തിരഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ഈ ഒരു കാഴ്ച കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയില്ലേ. ശരിക്കും നമ്മൾ നേരത്തെ കയറി വന്ന ആ പുല്ലിൻ്റെ ഇടയിലൊക്കെയാണ് ഈ കരടി നിന്നിരുന്നെങ്കിൽ നമുക്കിതിനെ സ്പോട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു ജോബല്ല. അതുകൊണ്ട് തന്നെ പുല്ലിനിടയിലൂടെ എല്ലാം നമ്മൾ പോകുന്ന ടൈമിൽ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ പോകണം. ഈ കരടിക്ക് കാഴ്ചശക്തി ഇത്തിരി കുറവാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പുല്ലിനിടയിലൂടെ എല്ലാം പോകുന്ന ആ ഒരു ടൈമിൽ ഇവർ അധികം ശ്രദ്ധിക്കാണ്ടായിരിക്കും നടക്കുന്നത്. പെട്ടെന്നൊക്കെ നമ്മൾ അവരുടെ ഫ്രണ്ടിൽ പോയിട്ട് പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 കാലിലായതുകൊണ്ട് തന്നെ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് നിൽക്കുകയാണെന്നുള്ള രീതിയിൽ ചിന്തിച്ച് പെട്ടെന്ന് തന്നെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് കുട്ടിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളുമായിട്ട് നടക്കുന്ന അമ്മയുടെ ആ ഒരു പവർ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. കാരണം കൂടെ കുട്ടിയുണ്ടെന്നുണ്ടെങ്കിൽ കരടി മാത്രമല്ല ആനയാണെങ്കിലും ഇതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഒന്നും മടിക്കും. കാരണം കടുവയെ പോലും ഒട്ടും പേടിയില്ലാതെ ആക്രമിക്കാനായിട്ടുള്ള ധൈര്യവും ഈ കരടികൾക്കുണ്ട്. ഈ കരടികളുടെ ധൈര്യം ഞാൻ വെറുതെ പറയുന്നതല്ല, ഒരു ആൺകരടിയായിട്ടുള്ള ഫൈറ്റിൻ്റെ ഒരു ചാർജിങ് മൊമെന്റ്സ് ഒക്കെ പുറകെ വരുന്നുണ്ട്. നമ്മുടെ കരടിക്കുട്ടി ഒന്ന് നോക്കി, കാണാനായിട്ട് എന്ത് ക്യൂട്ടല്ലേ. നമ്മൾ ഈ വീട്ടിലൊക്കെ മേടിച്ച് വെക്കുന്ന ടെഡി ബിയർ പോലെ നല്ല ഭംഗിയുള്ള രീതിയിലല്ല അതിനെ കാണാനായിട്ട്. പക്ഷേ ഭംഗിയുണ്ടെന്ന് കരുതി ക്യൂട്ടാണെന്ന് കരുതി അതിനടുത്തേക്കൊന്നും പോകാനായിട്ട് നിന്നേക്കരുത്. കാരണം അടുത്ത് പോയി കഴിഞ്ഞാൽ അമ്മക്കരടി നമ്മുടെ പ്രസൻസ് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നേരെ ചാർജ് ചെയ്യാനും നമ്മൾ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
ഇനിയാണ് നമ്മുടെ കഥയിലെ ഒരു ട്വിസ്റ്റ്. നമ്മൾ ഈ അമ്മയും കുഞ്ഞിനെയും കണ്ട് നിന്നപ്പോഴാണ് തൊട്ടടുത്ത മലയിൽ നിന്ന് ഒരു ആൺകരടി ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടത്. അതിൻ്റെ ആ ഒരു കളർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ആൺകരടിയുടെ കളറ് കുറച്ചുകൂടി ഡാർക്കാണ്. ആള് നിൽക്കുന്നത് വേറൊരു മലയിലാണെങ്കിലും ഇതിൻ്റെ പോകുന്ന ആ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ അമ്മയും കുഞ്ഞും നിൽക്കുന്ന അതേ ഏരിയയിലേക്ക് തന്നെയാണ്. ഈ പാറപ്പുറത്ത് നിന്ന് നോക്കിയപ്പോൾ ആള് കണ്ടു എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അമ്മയും കുഞ്ഞും നിൽക്കുന്ന അതേ ഡയറക്ഷനിലേക്ക് തന്നെ ആള് പോകുന്നത്. കരടിയെ കണ്ടു നിന്നപ്പോഴാണ് തൊട്ടടുത്ത് നിന്ന കാട്ടിക്കൂട്ടം മറ്റൊരു സൈഡിലേക്ക് പോകുന്നത് കണ്ടത്. ഒരുപക്ഷെ ഈ കരടി വരുന്നത് കണ്ടിട്ടായിരിക്കണം അവർ മാറിയത്. എന്തായാലും നമ്മുടെ ആൺകരടി പയ്യെ നടന്നു കടന്ന് അമ്മയും കുഞ്ഞും നിൽക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഈ ഫ്രെയിമിൽ നമ്മൾ ഇടത്തെ സൈഡിൽ കാണുന്നത് ആൺകരടിയും റൈറ്റ് സൈഡിൽ താഴെയായിട്ട് നമുക്ക് അമ്മയും കുഞ്ഞിനെയും കാണാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ കരടി നേരെ നമ്മുടെ അമ്മക്കരടിയുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നത് കാണുന്നില്ലേ? അമ്മക്കരടിക്ക് അത് മനസ്സിലായതുകൊണ്ടായിരിക്കണം തൻ്റെ കുഞ്ഞിന് ചെറിയ രീതിയിലൊരു സിഗ്നൽ കൊടുക്കുകയും ചെയ്തു. കുഞ്ഞപ്പം തന്നെ ചാടി മുതുകത്ത് കയറുകയും ചെയ്തു. ഇനി ഏത് നിമിഷവും ഒരു നല്ല ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് നമ്മുടെ ആൺകരടിക്ക് നല്ല രീതിയിൽ അറിയുകയും ചെയ്യാം. കാരണം അത്ര ഈസി അല്ല കുഞ്ഞുമായിട്ട് നിൽക്കുന്ന ഒരു അമ്മക്കരടിയെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ടാണ് ആള് അവരുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഒരുപാട് തവണ ഇതുപോലെ പുല്ലിൻ്റെ ഇടയിലൊക്കെ ഒളിച്ചിരുന്നിട്ടാണ് ഈ ആൺകരടി പയ്യെ പയ്യെ ഈ പെൺകരടിയുടെ അടുത്തേക്ക് വരുന്നത്. പക്ഷേ കൂടെ കുഞ്ഞുള്ളതുകൊണ്ട് തന്നെ ഈ ആൺകരടിയെ പെൺകരടിയെ അടുത്തേക്ക് അടുപ്പിക്കുന്നതുമില്ല. പിന്നെ ഒരുപാട് അടുത്തേക്ക് വരാനായിട്ട് ആൺകരടി ശ്രമിക്കുന്ന ആ ഒരു ടൈമിൽ അമ്മക്കരടി തിരിച്ച് ചാർജ് ചെയ്യുന്നതും നമുക്ക് കാണാം. അമ്മക്കരടിയുടെ ആ ഒരു അഗ്രസീവ്നെസ് കണ്ടില്ലേ? ഇതാണ് കുട്ടികളുമായിട്ട് നിൽക്കുന്ന ആനിമൽസിന്റെ ഒരു പൊതുവെയുള്ള സ്വഭാവം. കരടിയെന്ന് മാത്രമല്ല, ആനയാണെങ്കിലും കാട്ടിയാണെങ്കിലും ഏത് ജീവിയാണെങ്കിലും കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കെയർഫുൾ ആയിരിക്കും. അത് മനസ്സിലായതുകൊണ്ടായിരിക്കണം ഈ ആൺകരടി പയ്യെ പിൻവാങ്ങി വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. നമ്മൾ മാനമുട്ടിമലയിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന ആ ഒരു ടൈമിലായതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ലൈറ്റും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നല്ല ഡിസ്റ്റൻസിലുമായിരുന്നു നമുക്ക് ഈ ഒരു വിഷ്വൽ കിട്ടിയത്. എന്തായാലും ലൈറ്റ് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഫസ്റ്റ് ഡേയിലെ ട്രെക്കിംഗ് എല്ലാം അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ചു ചെന്ന് ഇനി നെക്സ്റ്റ് ഡേയിലെ ട്രെക്കിങ്ങിന്റെ കാഴ്ചകൾ നമുക്ക് കണ്ടാലോ? നെക്സ്റ്റ് ഡേയിൽ നമ്മൾ ട്രെക്കിങ്ങിന് വന്നപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്നൊരു കാട്ടിയായിരുന്നു. അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ ഒരു കൂട്ടം കാട്ടികൾ നമ്മൾ പോകുന്ന വഴിയുടെ സൈഡിലായിട്ട് തന്നെ മലഞ്ചെരുവിലായിട്ട് നിൽക്കുന്നുണ്ട്. കാട്ടികൾ മാത്രമല്ല, അവിടെ നിൽക്കുന്ന 2 ആനകൾ ശ്രദ്ധിച്ചോ? ഒരു അമ്മയും കുഞ്ഞും. നമ്മൾ ഇന്നലെ ട്രെക്കിങ് വന്ന ടൈമിൽ കണ്ട അമ്മയും കുഞ്ഞും തന്നെയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത്തവണ നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള റേഞ്ചിൽ അവരുടെ വീഡിയോ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ നിൽക്കുന്ന ആ ഒരു ടൈമിൽ അമ്മയും കുഞ്ഞും ഇതുപോലെ സൈഡിലൂടെ ഇറങ്ങി വരുന്നത് കാണാനായിട്ട് പറ്റി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് ഈ കാണുന്ന രീതിയിൽ കഴിക്കാനായിട്ടുള്ള ഒരുപാട് പുല്ലും അതുപോലെ വെള്ളം കുടിക്കാനായിട്ടുള്ള ഒരുപാട് ഏരിയകളും ഈ ഭാഗങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാനമുട്ടിമല പോകുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഇതുപോലുള്ള അനിമൽസിനെ ഒരുപാട് ഈ ഭാഗങ്ങളിൽ കാണാനായിട്ട് പറ്റുന്നത്. എന്തായാലും നമ്മൾ കാണുന്ന ടൈമിൽ ഇവർ പുല്ല് കഴിച്ച് അനങ്ങാണ്ട് നിൽക്കുകയായിരുന്നെങ്കിലും ഇപ്പോൾ നമ്മുടെ നേരെ തന്നെ താഴേക്ക് നടന്നിറങ്ങി വരുന്നത് നമുക്ക് കാണാം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്നതിൻ്റെ നേരെ താഴെയായിട്ട് ചെറിയൊരു വാട്ടർ ബോഡി ഉണ്ട്. മിക്കവാറും ആ വാട്ടർ ബോഡിയിലേക്ക് വെള്ളം കുടിക്കുന്നതിനും കുളിക്കുന്നതിനൊക്കെ ആയിട്ട് വരുന്ന വരവായിരിക്കണം. ഇന്നലത്തെ ട്രെക്കിങ്ങിൽ കാട്ടി എങ്ങനെയാണ് വലിയൊരു ചരിവ് ഇറങ്ങുന്നതെന്നുള്ളത് മനസ്സിലായെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലായത് ഒരു ആന എങ്ങനെയാണ് വലിയൊരു ചരിവ് ഇറങ്ങുന്നതെന്നുള്ളതാണ്. അങ്ങനെ ആനയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ മുകളിലേക്ക് നടക്കുന്ന ആ ഒരു ടൈമിൽ തൊട്ട് സൈഡിലായിട്ട് തന്നെ മറ്റൊരു ആനയെ നമുക്ക് കാണാനായിട്ട് പറ്റി. നമ്മൾ ഈ നിൽക്കുന്ന വഴിയുടെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ചെളിയിൽ കുളിച്ചാണ് ആൾ നിൽക്കുന്നത്. നല്ല വെയിലുള്ള ടൈം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചൂടുണ്ട്.
ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ആനകൾ പൊതുവെ ഇങ്ങനെ ചെളിയെല്ലാം എടുത്ത് ദേഹത്തെറിയുന്നത്. ഈ ചെളിയെടുത്ത് ദേഹത്ത് എറിയുന്ന ടൈമിൽ ഇവരുടെ ദേഹം ചൊറിയുകയും ചെയ്യുമല്ലോ. അങ്ങനെ വരുന്ന ടൈമിലാണ് ഈ കാണുന്ന രീതിയിൽ മരങ്ങളിലും മറ്റും ദേഹം ഇട്ട് ഉരയ്ക്കുന്നത്. നമ്മുടെ പ്രസൻസ് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ആള് ദേഹമെല്ലാം ഉരച്ച് പെട്ടെന്ന് തന്നെ അടുത്ത സ്ഥലത്തേക്ക് പോയി. ഈ പോകുന്ന വഴിക്ക് തന്നെ ആനകൾക്കും അതുപോലെ തന്നെ മറ്റ് ആനിമൽസിനും എല്ലാം വെള്ളം കുടിക്കുന്നതിനായിട്ടുള്ള ചെറിയൊരു പോണ്ട് നമുക്ക് കാണാനായിട്ട് വരും. ഇത് കാടിനകത്ത് ആനിമൽസിന് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ കുഴിച്ചിട്ടുള്ള ഒരു കുഴിയാണ്. ഇതുപോലെ കാടിനകത്ത് തന്നെ മൃഗങ്ങൾക്ക് വേണ്ട വെള്ളവും ഭക്ഷണവും എല്ലാം ഉറപ്പുവരുത്തുന്നതുകൊണ്ട് മാത്രമാണ് ആനകളും അതുപോലെ മറ്റ് ആനിമൽസും ഒന്നും നാട്ടിലേക്ക് പരമാവധി ഇറങ്ങാത്തത്. നമ്മുടെ ഈ ആന പോകുന്നതിന്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ മലയുടെ മുകളിൽ വേറൊരു ആനയും നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിന്റെ തൊട്ട് സൈഡിലായിട്ട് നോക്കി 4 ആനകൾ നിറഞ്ഞങ്ങ് നിൽക്കുന്നുണ്ടല്ലേ. ഇതാണ് നമ്മുടെ മാനമുട്ടി മലയുടെ പ്രത്യേകത. കാരണം മലയുടെ മുകളിൽ നിന്ന് നമുക്ക് നോക്കുന്നതുകൊണ്ട് തന്നെ ഏത് ഭാഗത്താണ് എന്ത് ആനിമൽസ് ആണ് നിൽക്കുന്നതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് വരും. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഒരാനയല്ലാതെ ഈ 4 ആനകളും അതുപോലെ ആ മലയുടെ മുകളിലായിട്ട് നിൽക്കുന്ന മറ്റൊരു ആനയുണ്ട്. അതായത് ടോട്ടൽ 6 ആനകളെ നമുക്ക് ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ കാണാനായിട്ട് വരുന്നുണ്ട്. താഴെ നിന്ന് നടന്നു വന്ന ആ ഒരു ആന കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ഒരു ആനയായിരുന്നു. അതിൻ്റെ ആ ഒരു പ്രസൻസ് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കണം ഈ 4 ആനകളും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സ്ഥലം മാറിക്കൊടുത്തു. അങ്ങനെ ആനകളുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ മുന്നോട്ട് പോവുകയാണ്. ഇനി പോകുന്ന വഴിക്ക് ഇതുപോലെ നല്ല പോലെ ഹൈറ്റിൽ പുല്ല് വളർന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പോകാനായിട്ടുള്ള വ്യക്തമായിട്ടുള്ള റൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പുല്ലെല്ലാം വകഞ്ഞു മാറ്റിയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട അതേ അമ്മയും കുഞ്ഞും നേരെ താഴെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ച പോലെ തന്നെ താഴെയുള്ള ആ ചെറിയൊരു വാട്ടർ ബോഡിയിൽ വന്ന് ചെളിയെല്ലാം വാരി ദേഹത്തെറിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. വേനൽക്കാലമൊക്കെ ആകുമ്പോൾ ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും ഈ കുഞ്ഞിങ്ങനെ നിന്ന് ഈ ചെളിയിൽ കളിക്കുന്ന കാഴ്ച കാണാനായിട്ട് തന്നെ ഒരു പ്രത്യേക രസമല്ലേ. നമ്മൾ മാത്രമല്ല, ഈ ആനകളുടെ കുളിസീനും കണ്ടുകൊണ്ട് തൊട്ടടുത്ത് തന്നെ കുറേ കാട്ടികൾ നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ആനകൾ മാറിയതിന് ശേഷം വേണം ഇവർക്ക് താഴെ ഇറങ്ങി വെള്ളം കുടിക്കാനായിട്ട്. നല്ല വെയിലായതുകൊണ്ടും അതുപോലെ ഈ കുട്ടിയാനയുടെ വെള്ളത്തിലും ചെളിയിലുള്ള കളിയെല്ലാം കാണുമ്പോൾ ഇവര് ഉടനെ ഒന്നും കയറി പോകുന്ന ലക്ഷണവും കാണുന്നില്ല. കുറെ നേരത്തെ വെള്ളത്തിൽ കളിയും കുളിയും വെള്ളം കുടിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുട്ടിയാനയ്ക്ക് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. നല്ല ക്ഷീണം ആയതുകൊണ്ട് തന്നെ ആള് നേരെ പോയി അമ്മയുടെ അടുത്തുനിന്ന് പാലും കുടിക്കുന്നത് കാണാം. പാലുകുടിയെല്ലാം കഴിഞ്ഞപ്പോൾ ഈ ചെളിയിൽ കളിച്ചുകൊണ്ട് തന്നെ ദേഹം ചൊറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ അമ്മയുടെ ദേഹത്ത് തന്നെയാണ് ആളിട്ട് ഉരയ്ക്കുന്നത്. ഇതുപോലുള്ള കുറേ ക്യൂട്ട് മൊമെന്റ്സ് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെ കാട്ടിലേക്ക് കയറാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ കുറേ നേരം ചെളിയിൽ കളിച്ചപ്പോഴേക്കും നമ്മുടെ അമ്മയാനയ്ക്ക് ചെവി ഒറിയുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കുറച്ചു നേരം ചെവിയിൽ ഇങ്ങനെ നിന്ന് മാന്തിയൊക്കെ ചെയ്തതിന് ശേഷം ആള് നേരെ കുട്ടിയെ തള്ളി മാറ്റുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റി. കാരണം വേറൊന്നുമല്ല, അമ്മ ചെളിയിൽ കുളിക്കാനായിട്ട് കാലുവെച്ച് മണ്ണിടിക്കാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു ഏരിയയിൽ തന്നെയാണ് ഈ കുട്ടിയാന പോയി നിൽക്കുന്നത്. തള്ളി മാറ്റിയതിൻ്റെ ആ ഒരു വിഷമം കൊണ്ടായിരിക്കണം ആള് തള്ളി മാറ്റിയ അതേ സ്ഥലത്ത് തന്നെ പോയിട്ട് കിടക്കാൻ നോക്കിയത്. ഇനി കിടക്കുന്ന ആളെ എടുത്തു മാറ്റുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ലല്ലോ. ഇതൊക്കെയാണ് ഈ കുട്ടിയാനകളുടെ കുറുമ്പെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആനക്കൂട്ടത്തിൽ ഇതുപോലൊരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് പറ്റും.
അങ്ങനെ കുറേ നേരത്തെ കുളിയും വെള്ളത്തിക്കളിയെല്ലാം കഴിഞ്ഞ് ആനയും നമ്മുടെ കുട്ടിയാനയും എല്ലാം കരക്ക് കയറി. പോകുന്ന വഴിക്ക് തന്നെ ഒരു മരം കണ്ടില്ലേ, ഈ മരത്തിൽ ചെന്ന് നിന്ന് ഇതുപോലെ ദേഹം ഉരയ്ക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മിക്കപ്പോഴും ഇവരിവിടെ വരാറുണ്ടെന്നും പോകുന്ന വഴിക്ക് ഇതേ മരത്തിൽ തന്നെ ദേഹം ഉരയ്ക്കാറുണ്ടെന്നാണ്. കാരണം അതിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെളി കഴിഞ്ഞ ദിവസത്തേക്ക് ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരുപക്ഷെ ഇവർ തന്നെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആനകൾ ഇതേ ചെളിയിൽ വന്ന് ഇതുപോലെ ദേഹത്ത് മണ്ണും ചെളിയെല്ലാം ആക്കിയതിന് ശേഷം ഇതേ മരത്തിൽ തന്നെ വന്ന് ഉരയ്ക്കുന്നുണ്ടാവും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് സൈഡിലൊക്കെ വേറെ മരങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിലും ഈ മരത്തിൽ മാത്രമാണ് നമുക്ക് ചെളി കാണാനായിട്ട് വരുന്നത്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഒരാന ഒരു മരത്തിൽ വന്ന് ചെളിയൊക്കെ ഇങ്ങനെ ദേഹത്ത് ഉരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ ദേഹത്ത് കുത്തിക്കൊള്ളാനായിട്ടുള്ള കമ്പോ കോലോ ഒന്നും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു മരത്തിൽ ഇവർ ദേഹം ഉരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് അതേ മരത്തിൽ തന്നെയാണ് കൂടുതലായിട്ടും ഉരയ്ക്കാനായിട്ട് ചാൻസ് ഉള്ളത്. കാരണം മറ്റു മരങ്ങളിലേക്ക് പോകുമ്പോൾ ഇവരുടെ ദേഹത്തേക്ക് കൊമ്പോ കോലോ ഒക്കെ കുത്തിക്കയറാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. എന്തായാലും ആനകളുടെ കാഴ്ചകളൊക്കെ കണ്ടു വന്നപ്പോഴാണ് തൊട്ടടുത്ത് തന്നെ ഒരു കൂട്ടം കാട്ടികൾ നേരെ മുകളിലേക്ക് കയറി പോകുന്നത് കണ്ടത്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഒരു ചെറിയ ചെക്ക് ഡാം നമുക്ക് കാണാനായിട്ട് പറ്റും. താഴെ ഭാഗത്ത് ആനിമൽസിനെല്ലാം വെള്ളം കുടിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണത്. അവിടെ നമ്മൾ ചെന്ന ടൈമിൽ കാണാൻ പറ്റിയൊരു കാഴ്ചയാണിത്. പാറയുടെ മുകളിൽ നിന്ന് ചെറിയ രീതിയിൽ വെള്ളം ഇങ്ങനെ താഴേക്ക് ഒഴുകുന്നുണ്ട്. ഈ വെള്ളം ഒഴുകുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരുപാട് മീനുകൾ ഇതുപോലെ മുകളിലേക്ക് ചാടിക്കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ മഴ പെയ്യുന്ന ആ ഒരു ടൈമിലും ഇതുപോലെ വെള്ളത്തിന് ഓപ്പോസിറ്റായിട്ട് ഊത്ത കയറുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ഈ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് മീനുകൾ ഇങ്ങനെ ചാടി കയറാനായിട്ട് ശ്രമിക്കുന്നത്. കാട്ടിൽ കയറുമ്പോൾ കരടിയും കടുവയും ആനയും അങ്ങനെയുള്ള വലിയ അനിമൽസും പക്ഷികളും ഒന്നും മാത്രമല്ല, ഇതുപോലുള്ള ഒരുപാട് ചെറിയ ചെറിയ ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാനായിട്ടുണ്ട്. നമ്മളങ്ങനെ ഒരു കറക്കവും കൂടിയൊക്കെ കറങ്ങി വന്നപ്പോഴേക്കും നമ്മൾ നേരത്തെ കണ്ട അതേ ആനയും കുട്ടിയും താഴെയായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ദേഹത്തെ ആ ചെളിയെല്ലാം ഉണങ്ങിയിട്ടുമുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നല്ല ചൂടായിരുന്നു. അങ്ങനെ ആനകളുടെ കാഴ്ചകൾ കണ്ട് നിന്നപ്പോഴാണ് തൊട്ടടുത്തുള്ള മലയിൽ കാട്ടികൾ തമ്മിൽ കുത്തുപിടിക്കുന്ന ഒരു സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റിയത്. അവരുടെ കൊമ്പുകളെല്ലാം തമ്മിൽ കൂട്ടിയടിക്കുന്ന ഭയങ്കര സൗണ്ടായിരുന്നു. നമ്മൾ ഈ കാണുന്ന കാട്ടി ആ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് ഓടിപ്പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റി. മിക്കവാറും ഈ മേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ് തന്നെ ആയിരിക്കണം. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ മലയുടെ മുകളിലേക്ക് കയറുന്ന ടൈമിലാണ് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ പോകുന്ന വഴിയിൽ നമ്മുടെ നേരെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു മെയിൽ കാട്ടി വന്നത് കാണാനായിട്ട് പറ്റിയത്. ഈ കാട്ടിയുടെ മേറ്റിംഗ് കോള് അടുത്ത് നിന്നൊന്നും കേട്ടിട്ടില്ലല്ലോ, ഞാൻ കേൾപ്പിച്ചു തരാം. എങ്ങനെയുണ്ട് സംഭവം? കാട്ടി നിൽക്കുന്നത് മലയുടെ മുകളിലായതുകൊണ്ട് തന്നെ നല്ല ലോ ആംഗിൾ ഷോട്ടിൽ കാട്ടി ആ ഒരു മേറ്റിംഗ് കോൾ നടത്തുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റി. പെട്ടെന്ന് നമ്മളെ കണ്ടതുകൊണ്ടായിരിക്കണം ആള് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഓടുകയും ചെയ്തു. ആളുടെ ഫേസിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മൂക്കിന്റെ ആ ഒരു ഭാഗത്തൊക്കെ റെഡ് കളറിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. മിക്കവാറും ആ കൂട്ടത്തിൽ നിന്ന് കുത്തുപിടിച്ച കാട്ടികളിൽ ഒരെണ്ണം ഇതായിരിക്കണം. മറ്റേ കാട്ടിയായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആയിരിക്കണം ആള് ഈ ഒരു സൈഡിലേക്ക് ഓടി വന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു കൂട്ടത്തിലായിരുന്നു നേരത്തെ ആ ഫൈറ്റിങ്ങിന്റെ സൗണ്ട് എല്ലാം നമ്മൾ കേട്ടത്. അങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു ടൈമിൽ ഇതിന്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു കാട്ടിയും കാണാനായിട്ട് പറ്റി. എൻ്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ നമ്മൾ ഇന്നലത്തെ ട്രെക്കിങ്ങിൽ കണ്ട ആ 2 മെയിൽ കാട്ടികളായിരുന്നു ഇതാ ഈ റൈറ്റിലേക്ക് നടന്നു പോകുന്ന കാട്ടിയും നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കാട്ടിയും. എന്തായാലും ഫസ്റ്റ് ടൈമാണ് കാട്ടിയുടെ ആ ഒരു മേറ്റിംഗ് കോളിന്റെ വിഷ്വല് തൊട്ടടുത്ത് നിന്ന് തന്നെ, അതും ലോ ആംഗിൾ ഷോട്ടിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റിയത്. ഇന്നലെ ആ 2 കാട്ടികളെ ഒരുമിച്ച് കണ്ട ടൈമിൽ തന്നെ നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തിരുന്നതാണ് ഇതുപോലൊരു ഗ്രൂപ്പിലേക്ക് ചെല്ലുന്ന ടൈമിൽ അവർ തമ്മിലൊരു ഫൈറ്റ്. നമ്മൾ ഈ കാണുന്ന ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2 മെയിൽ കാട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. ഒരെണ്ണം കുറച്ച് ചെറുതാണെന്ന് മാത്രം. പക്ഷെ ഇവർ തമ്മിലും ഒരു ഫൈറ്റ് വരാനായിട്ടുള്ള സാധ്യത വളരെ അധികമാണ്. കാരണം ഈ ഗ്രൂപ്പിൽ ഇനി മെയ്റ്റ് ചെയ്യുന്നത് ആരായിരിക്കണം എന്നുള്ളത് ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്തായിരിക്കും തീരുമാനിക്കുക. നമ്മളിപ്പോൾ കണ്ടതൊക്കെയാണ് നമ്മുടെ മാനമുട്ടി മല.
ഈ ഒരു ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും ഒരുപാട് ആനിമൽസ് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ വന്ന ടൈമിൽ നല്ല വെയിലൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കയറിയപ്പോൾ കോടടിച്ച് കയറി വരുന്നത് കണ്ടില്ലേ. ഇതൊക്കെ കൊണ്ടാണ് ഈ ഒരു മലയെ ഭൂമിയിലെ സ്വർഗം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് എപ്പോൾ മാറുമെന്നോ എന്ത് കണ്ടീഷൻ ആയിരിക്കുന്നോ ഒന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് മൺസൂണിലാണെന്നുണ്ടെങ്കിൽ. എന്തായാലും ഇത്തവണത്തെ നമ്മുടെ മാനമുട്ടി മലയിലേക്കുള്ള യാത്രയിലും നമുക്ക് ഒരുപാട് നല്ല ഭംഗിയുള്ള കാഴ്ചകളും നല്ല കുറേ സൈറ്റിങ്സും നമുക്ക് കിട്ടി. ഇനി ആനിമൽസിനെ ഒന്നും കണ്ടില്ലെങ്കിൽ പോലും ഇതിന് മുകളിൽ വന്നിരുന്ന് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാണ്. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് ഇറങ്ങാനേ തോന്നില്ല. എന്തായാലും നമ്മുടെ മാനമുട്ടി മലയും ഇവിടുത്തെ ആനിമൽ സൈറ്റിങ്ങിന്റെ കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമന്റ് ബോക്സിലൂടെ അറിയിക്കാനായിട്ട് മറക്കണ്ട. പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ദിസ് ഇസ് സാം.